നമസ്കാരം. നിയമസഭയിൽ ഭരണപ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ രൂക്ഷമായ വാക്പോര്. UDF സർക്കാർ സഭയിൽ സമർപ്പിച്ച ധവളപത്രത്തെ ചൊല്ലിയാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ സഭയിൽ ഏറ്റുമുട്ടിയത്. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയതെന്നും ഇതൊരു വെറും രാഷ്ട്രീയ രേഖ മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ കുറ്റപ്പെടുത്തി. മുൻപ് പുറത്തിറങ്ങിയ ധവളപത്രങ്ങളും രാഷ്ട്രീയ രേഖകളായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം വിചിത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവിനത് കേവലം രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ മറുപടി നൽകി. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന രേഖയാണിതെന്നും ധനവകുപ്പിന്റെ പൂർണ്ണ പങ്കാളിത്തത്തോടെയാണ് ഇത് തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണകാലത്തുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ ചൂണ്ടിക്കാണിച്ചാണ് UDF സർക്കാർ ധവളപത്രം പുറത്തിറക്കിയത്. ഇതിനെതിരെ മുൻ ധനമന്ത്രി KN ബാലഗോപാലും രംഗത്തെത്തിയിട്ടുണ്ട്. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള സമിതിക്ക് ചോർത്തി നൽകിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ധവളപത്രത്തെ ചൊല്ലി വരും ദിവസങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാക്കുവാനാണ് സാധ്യത. ധവളപത്രം മേശപ്പുറത്ത് വെച്ച് കൈയടിച്ചതുകൊണ്ട് കാര്യമില്ലെന്നാണ് KN ബാലഗോപാൽ പറഞ്ഞത്. ധവളപത്രം തയ്യാറാക്കുന്നതിനെ സർക്കാർ ചുമതലപ്പെടുത്തിയ 3 അംഗ സമിതി സർക്കാർ സംവിധാനത്തിന് പുറത്തുള്ളവരാണെന്നും ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തി ബാഹ്യ സംവിധാനത്തെ ഏർപ്പെടുത്തി ധവളപത്രം തയ്യാറാക്കിയതിനാൽ തന്നെ ഇതൊരു ഔദ്യോഗിക രേഖയല്ലെന്നും KN ബാലഗോപാൽ പറഞ്ഞു. നിയമപരമായ പിൻബലമില്ല. ഈ സഭ അങ്ങനെ ഒരു രേഖ ഉണ്ടാക്കാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. സർക്കാർ വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കാതെ രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ ഇത്തരത്തിൽ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ പുറത്തുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. കടുത്ത ചട്ട ലംഘനമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു രേഖ സഭാ നടപടികളുടെ ഭാഗമാകാൻ അനുവദിച്ചുകൂടാ. സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വ്യവസ്ഥകളും ചട്ടങ്ങളും പാലിച്ച് ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം തയ്യാറാക്കാൻ ധനകാര്യ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ തയ്യാറാക്കി ഇത്തരം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് സഭാരേഖകളുടെ ഭാഗമാക്കാൻ അനുവദിച്ചുകൂടാ എന്നായിരുന്നു KN ബാലഗോപാലിന്റെ പ്രതികരണം. എന്നാൽ ബാലഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതികരിച്ചത്. രഹസ്യ സ്വഭാവമുള്ള ഒരു വിവരവും പുറത്തുപോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയുടെ അനുമതിയോടെയാണ് ധവളപത്രം തയ്യാറാക്കിയത്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അറിയണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ധവളപത്രം പുറത്തുവച്ചത് സ്പീക്കറുടെ അനുവാദത്തോടെയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 5 വർഷത്തെ നടപടിക്രമം അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷത്തെ നടപടിക്രമം അറിയാം. ബാലഗോപാൽ പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. ഒരു രഹസ്യരേഖ പോലും പുറത്തേക്ക് പോയിട്ടില്ല. മന്ത്രിസഭയുടെ അനുമതിയോടുകൂടിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിലെ സ്ഥിതി എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഒരു രഹസ്യരേഖയും ഇതിനകത്തില്ല. പബ്ലിക് ഡൊമൈനിൽ ലഭിക്കുന്ന വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഏറ്റവും പരിണതപ്രജ്ഞരായ 3 ഉദ്യോഗസ്ഥരെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത്. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ സേവനം തേടി ഓരോ കാര്യങ്ങളും ചെയ്യാനാണ് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുമ്പ് വെച്ചിട്ടുള്ള പലതവണ ധവളപത്രങ്ങളും രാഷ്ട്രീയ രേഖകളാണ്. ഇത് രാഷ്ട്രീയ രേഖയല്ല, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റാണ്. ഈ സർക്കാർ ഇനിയുള്ള എല്ലാ കാര്യത്തിനും വിദഗ്ധോപദേശം തേടി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ചട്ടവും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു.